തമിഴ്നാട് ഇനി കാണാൻ പോകുന്നത് ഇളയദളപതി വിജയുടെ രാഷ്ട്രീയ നാളുകൾ. റിയൽ ലൈഫിലെ വിജയ് റിയൽ ലൈഫിൽ രാഷ്ട്രീയ കുപ്പായം അണിയുകയാണ്. അഭ്യൂഹങ്ങൾക്കൊടുവിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് തമിഴ് താരം വിജയ്. തമിഴക വെട്രി കഴകം എന്ന പേരിലാണ് വിജയ് പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത്. ഏറെക്കാലമായി വിജയ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന അഭ്യൂഹങ്ങൾ ഉള്ളതാണ്. തൻ്റെ ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കവുമായി ചേർന്ന് കഴിഞ്ഞ കുറച്ചു കാലമായി വിജയ് നടത്തിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക പ്രവർത്തനങ്ങൾ ഈ ദിശയിലേക്കുള്ള നീക്കമാണെന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു. സൂചനകളിലൂടെ വിജയ് പലപ്പോഴും വിനിമയം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ പ്രസ്താവനകളാണ്. ആരാധകർ ഏറ്റെടുത്തിട്ടുള്ളതും ചർച്ചയായതും അതാണ്. സിനിമകളുടെ പ്രൊമോഷൻ വേദികളിൽ വരെ വിജയിൽ നിന്നും ആരാധകർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ചായിരുന്നു. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം ഫെബ്രുവരി ആദ്യവാരം ഉണ്ടായേക്കുമെന്നും പാർട്ടിയുടെ പേരും കൊടിയുമൊക്കെ അന്ന് പുറത്തിറക്കുമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. തമിഴ്നാട്ടിൽ ഉടനീളം ആൾബലമുള്ള സംഘടനയാണ് വിജയ് ആരാധക സംഘമായ വിജയ് മക്കൾ ഇയക്കം. തമിഴ്നാട്ടിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലെയും വിജയ് മക്കൾ ഇയക്കം ഭാരവാഹികളുമായി കഴിഞ്ഞ വർഷം ചെന്നൈയിൽ വിജയ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിർധന വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് സൗകര്യം നൽകുന്ന ട്യൂഷൻ സെന്ററുകൾ വിജയ് മക്കൾ ഇയക്കം ആരംഭിച്ചിരുന്നു. കർഷകർക്ക് സൗജന്യമായി കന്നുകാലികളെ നൽകാനുള്ള പദ്ധതിയും വിജയ് ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ലിയോ സക്സസ് മീറ്റിൽ വിജയ് രാഷ്ട്രീയ പ്രവേശത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞേക്കുമെന്ന ആകാംക്ഷ ആരാധകർക്കുണ്ടായിരുന്നു. ആ വേദിയിൽ ഇത് സംബന്ധിച്ച ചോദ്യത്തിന് നേരിട്ട് മറുപടി പറഞ്ഞില്ലെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തുമെന്ന സൂചന വിജയ് നൽകിയിരുന്നു. പതിറ്റാണ്ടുകളായി തമിഴ് സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന വിജയുടെ രാഷ്ട്രീയ മോഹങ്ങൾക്ക് 10ലേറെ വർഷങ്ങളുടെ പഴക്കമുണ്ട്. 68 ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ച വിജയ് തൻ്റെ ആരാധക കൂട്ടായ്മകൾ സജീവമായി നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സൗജന്യ ഭക്ഷ്യ വിതരണം, വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം, വായനശാലകൾ, സായാഹ്ന ട്യൂഷൻ, നിയമസഹായം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് വിജയ് ഫാൻസ് തമിഴ്നാട്ടിലുടനീളം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജയലളിതയും ശരത് കുമാറും വിജയകാന്തും കമൽഹാസനുമെല്ലാം രാഷ്ട്രീയത്തിൽ തിളങ്ങിയ തമിഴ്നാട്ടിലെ താരങ്ങളായിരുന്നു. അവരുടെ കൂട്ടത്തിലേക്ക് ഇനി വിജയും എത്തുകയാണ്. മുൻപ് മെർസൽ വിവാദത്തിൽ കേന്ദ്രത്തിന്റെ കണ്ണിൽ പെട്ടയാളാണ് വിജയ്. രാജ്യത്ത് ക്ഷേത്രങ്ങളല്ല പണിയേണ്ടതെന്നും ആശുപത്രികളാണ് എന്ന ഡയലോഗ് സിനിമയിൽ നിന്നും നീക്കം ചെയ്യണമെന്നും ചില സംഘപരിവാർ അനുകൂലികൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. കൂടാതെ സിനിമ ബഹിഷ്കരണവും നടന്നിരുന്നു. അന്ന് തൊട്ട് കേന്ദ്രത്തിന്റെ നോട്ടപ്പുള്ളിയായ വിജയ് ഇത്ര വലിയ ആരാധക പിന്തുണയോടെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമ്പോൾ തമിഴ്നാടിനെ മുഴുവൻ കയ്യിലൊതുക്കുമോ എന്നാണ് ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ ഉറ്റുനോക്കുന്നത്.